എന്താവശ്യം ഉണ്ടെങ്കിലും കാര്യം തുറന്നു പറഞ്ഞോളി, നമ്മൾ ശരിയായി തരാം. വിജയ് തമിഴ്നാടൻ വിജയ് CM ആയപ്പോ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തിലേക്ക് CM ആവാന്നുള്ള തീരുമാനം എടുത്തിരിക്കുക. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലക്ഷണത്തിന് ആളെ കിട്ടണമെങ്കിൽ ഞാൻ തന്നെ അറിഞ്ഞു തരൂ. നല്ല മുഖശ്രീ. തമാശ പറയാതെ സംഭവം നടക്കൂല്ലോ എന്ന് പറ. നീ CM ആവണ്ട, അതിനു മുന്നേ അതിന്റെ ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം. ആ നേരം കൊണ്ട് തെങ്ങിന്റെ മോളിൽ കയറി കൈവിട്ട് ട്രെയിനിന് തലവെക്കാലോ. പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം. ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടിയാൻ ചാരിറ്റി ഒക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ. ഇയാള് കുഴപ്പിക്കോ? സംഗതി ഇപ്പൊ എന്താ അറിയോ, ഒരു പിടുത്തമുട്ട കളിയായി പോയി തോന്നുന്നു. തമിഴ്നാട്ടിൽ നിന്ന് അതിഭീകരമായിട്ടുള്ള തമിഴ് മക്കളുടെ രോഷം ഭയങ്കരമായിട്ട് പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അണ്ണാ, നമ്മുടെ പാണ്ഡിതുര അണ്ണനില്ലേ, അണ്ണനെ പറ്റി ആള് തെറി പറഞ്ഞു. എന്നടാ എണ്ണാനാ? ഇതെന്താ നഴ്സറി സ്കൂളാ? അപ്പൊ ആ വിഷയമാണ് ഇവിടെ സ്പാർക്ക് ആയിട്ടുള്ളത്. പ്ലസ് കൂട്ടത്തില് ഈ തൃഷ കാര്യം കൂടി പറഞ്ഞപ്പോഴത്തേക്ക് ആകെ മൊത്തം ഇത് കയ്യിന്ന് പോയി. ഇത് ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നറിയാനാ. ഇത് തൃഷ വന്നതുപോലെ ഞാൻ CM ആവുമ്പോ കണ്ണിൽ ഇറങ്ങണിഞ്ഞ് വന്നിരിക്കണം മറ്റേ നവ്യ നായരോട് പറഞ്ഞപ്പോഴത്തേക്ക് നവ്യ നായർ ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ധ്യാന്റെ സംസാരത്തിൽ വരുന്ന ഒരു സർക്കാസവും ഒരു ഫണ്ണും അത് അവരതുപോലെ എടുക്കുന്നു, ധ്യാൻ അതുപോലെ പറഞ്ഞിട്ട് പോകുന്നു. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. തമാശയും സർക്കാസം ആണെന്നുണ്ടെങ്കിലും ഒരു സാധനം പറയുമ്പോൾ അയാളുടെ പൊസിഷനും അയാളുടെ ഇപ്പത്തെ പരിപാടി എന്താ നോക്കി ചെയ്യാന്നുള്ളത് ഒരു ബെറ്റർ കാര്യമായിരുന്നു. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. എന്നാ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് നന്ദി ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആവാൻ പാടില്ല, CM ആവുമ്പോ വന്നാൽ മതി. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അദ്ദേഹം CM ആവുമ്പോ പേടിക്കണ്ട, ഞാൻ CM ആകുമ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി ഉടുത്ത് ഡയമണ്ട് നെക്ലസ് ഇട്ട് കണ്ണിൽ ഈറനണിഞ്ഞ് ഞാനിനെ വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ തമിഴ് സോഷ്യൽ മീഡിയ പേജുകൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു മലയാളി ആക്ടർ വിജയെ പറഞ്ഞു തൃഷയെ പറഞ്ഞു എന്നുള്ള രീതിക്കും കാര്യങ്ങൾ കൊണ്ടാടി പോവും. എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. എന്റെ പൊന്നോ, ഞാൻ പോവാ. ആരത്?